സേവന ജീവകാരുണ്യ രംഗത്തെ വിസ്മയ മുന്നേറ്റം. വൈജ്ഞാനിക ഭൂപടത്തിൽ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയ മികവിന്റെ കേന്ദ്രം. ഇന്ത്യയിലും വിദേശത്തുമായി 50-ൽ പരം ക്യാമ്പസുകൾ, 100ഓളം സ്ഥാപനങ്ങൾ, കാരുണ്യ കേന്ദ്രങ്ങൾ. ഈ മാനവിക മുന്നേറ്റത്തിൽ പങ്കാളികളാവുക. മർക്കസ്, ഷേപ്പിംഗ് എ കൾച്ചർ. യമനിൻ്റെ നൊമ്പരങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ അവതരണം, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ആ പേര് വെച്ചതുകൊണ്ടുള്ള ഉദ്ദേശ്യം, യമനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ പിറകിലെ ലക്ഷ്യങ്ങൾ, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ്. 3 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് യമൻ. ഇന്ന് 3 കോടി ജനതയുള്ള ആ രാജ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ലോകത്തുള്ള രാഷ്ട്രങ്ങളുടെ വികസനത്തിൻ്റെ പട്ടിക വെച്ച് അളന്നപ്പോൾ 176-ൽ നിന്ന് 154 എന്ന് പറയുന്ന സ്ഥാനത്താണ് UN യമനെ വെച്ചിട്ടുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ നൽകിയിരുന്ന അന്നത്തെ സർട്ടിഫിക്കറ്റ് എന്തായിരുന്നു? നബി തങ്ങൾ നൽകിയിരുന്ന സർട്ടിഫിക്കറ്റ് അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ, അതൊരു സർട്ടിഫിക്കറ്റായിരുന്നു. യമൻകാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അറക്കു അഫ്ഇദ അൽയനു ഖുലൂബ, അതൊരു സർട്ടിഫിക്കറ്റായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന വഫീ യമനിന, അത് 3-ാമത്തെ ഒരു സർട്ടിഫിക്കറ്റായി. ഇന്ന് 3 കോടി ജനങ്ങളുള്ള ആ രാജ്യത്ത് 40% വരുന്ന ആളുകൾ ഷിയാക്കളാണ്. ഒരു 30-40% ഇടയിലുള്ള ജനത ഷിയാക്കളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞു? അൽ ഈമാനു യമാനി. ഇന്നത്തെ അവസ്ഥ 40% വരുന്ന ആളുകൾ ഷിയാക്കളാണ്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് ഈമാനാണോ ഹിക്മത്താണോ? അല്ല. ഷിയായിസം എന്ന് പറഞ്ഞാൽ അത് സബഇയ്യത്താണ്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ സബഇയ്യാക്കളാണ്. എന്താണ് സബഇയ്യത്ത് എന്ന് വെച്ചാൽ? ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്ത് നിലവിലുണ്ടായിരുന്നപ്പോൾ ആ കാലഘട്ടത്തിൽ, അഥവാ ഇസ്ലാം, ഈ ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ജൂതന്മാർ രംഗത്തിറക്കിയ ഒരാളുണ്ടായിരുന്നു, പേര് സെന്റ് പോൾ. സെന്റ് പോൾ വന്നിട്ടാണ് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ ക്രൂശീകരണത്തിൻ്റെ മതമാക്കിയത്. ദൈവപുത്രൻ എന്ന തസ്തിക സൃഷ്ടിച്ചത് സെന്റ് പോളാണ്. സുന്നത്ത് കല്യാണം കഴിക്കേണ്ടതില്ല എന്ന നിയമം കൊണ്ടുവന്നത് സെന്റ് പോളാണ്. സ്ത്രീകൾ അഥവാ നസാറ സ്ത്രീകൾ പർദ്ദ ധരിക്കേണ്ടതില്ല എന്ന നിയമം കൊണ്ടുവന്നത് സെന്റ് പോളാണ്. സ്വാഭാവികമായും യേശുക്രിസ്തുവിനെ തഇലീഹ് അഥവാ ഇലാഹാക്കൽ എന്ന് പറയുന്ന ഒരു പ്രമോഷൻ കൊടുക്കൽ വഴി സെന്റ് പോൾ ക്രിസ്തു മതത്തെ നശിപ്പിച്ചു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി സെന്റ് പോളിൻ്റെ സ്ഥാനത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ജൂതന്മാർ ഇറക്കിവിട്ട ഒരു സെന്റ് പോളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സബ. ആ അബ്ദുല്ലാഹി ഇബ്നു സബ ഫസ്റ്റിൽ തുടങ്ങിയത് ഈ യേശുവിൻ്റെ നേരെ സെന്റ് പോൾ തുടങ്ങിയ അതേ കാര്യം തന്നെയാണ്. എന്തായിരുന്നു സെന്റ് പോൾ ചെയ്തത്? തഇലീഹ്.
യേശുവിനെ ഇലാഹുവൽക്കരിക്കുക അഥവാ ദൈവപുത്രനാക്കി ഉയർത്തുക. അബ്ദുല്ലാഹിബ്നു സബൈ ചെയ്തത് എന്താണ്? ആദ്യമായി അദ്ദേഹം ചെയ്യുന്നത് മുസ്ലിങ്ങളായ ആളുകൾക്കിടയിൽ നടന്നിട്ട് നിങ്ങളുടെ കാര്യം അജബുൻ കൗതുകമുണ്ട്, എന്താ മുസ്ലിങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം അത്ഭുതം. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ആകാശത്തേക്ക് ഉയർത്തി 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 എന്നും ആ ഈസാ നബി അലൈഹി ഇസ്ലാം അവസാന കാലത്ത് റജിഅത്തുണ്ട്, റുജൂഉണ്ട്, മടങ്ങി വരുന്നുണ്ട് എന്നും വിശ്വസിക്കുക നാം. സത്യത്തിൽ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഈസാ നബിയേക്കാളും മഹാനല്ലയോ? എങ്കിൽ പിന്നെ റുജൂഇന് ഏറ്റവും അർഹത നമ്മുടെ നേതാവിനല്ലേ? ആയതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു റജിഅത്തുണ്ട്, തിരിച്ചുവരവുണ്ട്. തെളിവെന്താണ്? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക. അർത്ഥമറിയാമല്ലോ നമുക്ക്. എത്ര സ്പഷ്ടമായിട്ടാണ് അല്ലാഹു പറയുന്നത്. നിങ്ങളെ നാം തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യേശുവിനുള്ളതിനേക്കാൾ കൂടുതൽ ബൃഹത്തായ രൂപത്തിലുള്ള ഒരു വരവ് ഉണ്ട്. ഈ ഒരു ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ആദ്യം കൂഫ ഏരിയയിൽ വളരെയധികം ലോലമനസ്കരായ സാധുക്കളായ മുഅ്മിനീങ്ങളുടെ വിശ്വാസം ആ മനുഷ്യൻ തെറ്റിച്ചു. തുടർന്ന് അതിനുശേഷം ഈ സബ് അബ്ദുല്ലാഹിബ്നു സബ് ലോലമനസ്കരല്ലാത്ത വളരെയധികം മുറുകിയ മനസ്സുള്ള പരുഷ സ്വഭാവമുള്ള ആളുകളെ കാണാൻ കൂഫയിൽ നിന്ന് മിസ്റിലേക്ക് പോവുകയുണ്ടായി. മിസ്റിലേക്ക് പോയതിന് ശേഷം അവിടെ അദ്ദേഹം ഉയർത്തിയ കാർഡ് ഈ തഅലീഹിൻ്റെ കാർഡല്ല. അദ്ദേഹം അവിടെ ഉയർത്തിയ കാർഡ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിയമിച്ചിട്ടുള്ള നിരവധി ഗവർണർമാർ അവർ സ്വജനപക്ഷപാതികളാണ് എന്ന ഒരു പൊളിറ്റിക്സ് കാർഡാണ്. നേരത്തെ അദ്ദേഹം ഉയർത്തിയത് ഒരു തിയോളജി കാർഡാണെങ്കിൽ ഈജിപ്തിൽ അദ്ദേഹം ഉയർത്തിയത് രാഷ്ട്രീയ കാർഡാണ്. ആ കാർഡ് കാണിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു സബൈന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന കാലത്ത് ഈജിപ്തിൽ നിന്ന് കുറേ മാവോയിസ്റ്റുകളെ കിട്ടി. കൂഫയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് കുറേയധികം എന്താ പറയുക, ഒരു ഭക്തിപ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ പണ്ടുണ്ടായിരുന്നൊരു പ്രസ്ഥാനം, ഭക്തിപ്രസ്ഥാനം എന്നപോലെ ഒരു തരം ബുക്കാവ് പ്രസ്ഥാനം, കരച്ചിൽ പ്രസ്ഥാനം. ആ കരച്ചിൽ പ്രസ്ഥാനക്കാരെയാണ് കൂഫ ഏരിയയിൽ നിന്ന് അദ്ദേഹം സംഘടിപ്പിച്ചത്. അവർ അത്യാവശ്യം ലോലമനസ്കരായിരുന്നു, മറ്റവർ പരുഷ സ്വഭാവക്കാരായിരുന്നു. ഇവർ രണ്ട് കൂട്ടരെയും തൻ്റെ ചെറുകിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് വളരെ നന്നായി പരിപോഷിപ്പിച്ചെടുക്കാൻ, അയാൾ വിചാരിച്ച വഴിയിലൂടെ പരിപോഷിപ്പിച്ചെടുക്കാൻ. എന്താ ഉദ്ദേശം? തഫ്രീഖത്ത്, മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്നത്. ആ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ അദ്ദേഹം പണിയെടുത്തപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നിടത്തേക്കെത്തി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായും പറയാൻ പറ്റുന്ന മറുപടി പ്രധാനമായും മാവോയിസ്റ്റുകളാണ്. അതായത് ഈജിപ്തിലെ മാവോയിസ്റ്റുകൾ. ഇതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ച, അനുകൂല മനസ്കനായി പ്രവർത്തിച്ച കുറേ ആളുകളുണ്ട്. അവരാരാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ കരച്ചിൽ പ്രസ്ഥാനക്കാരാണ്. അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു പോയതിന് ശേഷം തിരിച്ചു വരും തിരിച്ചു വരും തിരിച്ചു വരും എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. ഈ തിരിച്ചുവരവ് എന്ന് പറയുന്ന സംഗതി, അതിനെ കുറെ കൂടി ചേരുവകൾ ചേർത്തിട്ടാണ് പിന്നീട് അബ്ദുല്ലാഹിബ്നു സബ പറയാൻ തുടങ്ങിയത്. എന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമനായി ഇതിനോട് ചേർത്ത് വെച്ചിട്ട്, നബിതങ്ങളോട് ചേർത്ത് വെച്ച്
അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അത് എല്ലാ ഓരോ നബിമാർക്കും വസിയുണ്ട് എന്നത് ശരിയാണ്. എങ്കിൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയ്യ് അത് മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വ്യക്തിത്വത്തോട് നബി തങ്ങളുടെ വിൽപത്രം ഉണ്ടായിരിക്കെ ആ വിൽപത്രത്തിന് വിപരീതമായിട്ടാണ് ഉസ്മാൻ എന്നവർ ഇപ്പോൾ കസേരയിലിരിക്കുന്നത്. ഇതാണ് അദ്ദേഹം കൂഫയിൽ ആളുകളെ മുറുക്കിയത്. അപ്പോൾ കരയാൻ ഇഷ്ടം പോലെ ആളുണ്ടായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്നുള്ള തൽക്കാലം അവിടെ മാറ്റി അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ആളുകളെ കരയിപ്പിക്കാൻ പറ്റുന്ന ഒന്ന്, അഹോ കഷ്ടം, ഇത് വല്ലാത്തൊരു നഷ്ടമായി പോയി. നബി തങ്ങളുടെ വസീയ്യ് ഇവിടെ ഉണ്ടായിരിക്കെ ആ ആളെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഉസ്മാൻ എന്നവർ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് വല്ലാത്തൊരു തെറ്റായി പോയല്ലോ. ഈ കരച്ചിൽ പ്രസ്ഥാനക്കാരിൽ നിന്ന് അത്യാവശ്യം കൈബലമുള്ളവർ മേൽപ്പറയപ്പെട്ട മാവോയിസ്റ്റുകളുമായി കൂടിച്ചേർന്നിട്ടാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കലുണ്ടായിട്ടുള്ളത്. മുആവിയ റളിയല്ലാഹു അൻഹു 2 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാത്തിബായിരുന്നു. എന്തൊക്കെയാണ് എഴുതാനുള്ളത്? പ്രധാനമായും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പോലോത്തവർ എഴുതുന്നത് പോലെ എഴുതുക. രണ്ടാമതായി ഈ ഫത്ഹ് അഥവാ മക്ക ഫത്ഹിനോട് കൂടെ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, പല ഗോത്രങ്ങളും കൂട്ടമായി വരുമ്പോൾ ആ വരുന്ന മുഴുവൻ ഗോത്രങ്ങൾക്കും അവരവരോട് ബന്ധപ്പെട്ട അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡിനൊത്ത രൂപത്തിലുള്ള കത്ത് തയ്യാറാക്കലും കത്ത് സ്വീകരിക്കലുമാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ 2 വർഷക്കാലത്തെ പ്രധാനപ്പെട്ട ജോലി. ഈ കത്തുകളിൽ പരിപൂർണമായും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ വികാരങ്ങളും അതിലുണ്ടാകും. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ആരാണ്? മുജ്തഹിദ് മുത്ലഖാകുവാൻ ഇസ്ലാമിലായും കൊണ്ട് ദീർഘകാലം നബി തങ്ങളോടൊപ്പം നടന്നിട്ടില്ല എങ്കിലും ഒരല്പസമയം കൊണ്ട് തന്നെ മുജ്തഹിദ് മുത്ലഖാകാൻ ആവശ്യമായ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അതെല്ലാം മുആവിയ റളിയല്ലാഹു അൻഹുവിന് കിട്ടിക്കഴിഞ്ഞു ഈ 2 വർഷക്കാലം കൊണ്ട്. കേവലം ഖുർആനായത്തുകൾ മാത്രമല്ല, ഖുർആനായത്തുകളിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന വിഷയങ്ങൾ, നബി തങ്ങളുടെ വികാരം അത് ഓരോ ഗോത്രത്തലവനും എഴുതുമ്പോൾ അവിടേക്ക് മറുപടി വരുമ്പോൾ അത് വായിക്കുക, അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്കുള്ള ഈ ജനങ്ങളുടെ കുത്തൊഴുക്കിന് ആവശ്യമായ എല്ലാ വകുപ്പുകളും തിരിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഇത് മണത്തെറിഞ്ഞുകൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിനെ ഒരു വനിതാ പ്രൈവറ്റ് സെക്രട്ടറി ഈ ഇസ്ലാം മതത്തിൻ്റെ പ്രചരണത്തിന് വേണമെന്ന് കണ്ടപ്പോഴാണ് ബുദ്ധിരാക്ഷസിയായ ആയിഷ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്നത്. അത് തങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുഴുവൻ ആളുകൾക്കും കൂടി എത്തിയ ഇസ്ലാം ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പല വികാരങ്ങളും പുരുഷന് സ്ത്രീയോട് പറയാൻ പറ്റാത്തതാണ്. ഒമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ് എന്നതിൻ്റെ പേരിൽ പെണ്ണുങ്ങളോടും കൂടി തങ്ങൾ തുറന്ന് പറഞ്ഞേ പറ്റൂ, പക്ഷെ ആണായിപ്പോയി പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ആവശ്യം എങ്ങനെ നിറവേറും? താൻ്റെടിയായ ഒരു വനിതാ സെക്രട്ടറി ഉണ്ടായാൽ പറ്റും, പക്ഷേ വനിതാ സെക്രട്ടറി തൊടാൻ പറ്റുന്നതായിരിക്കണം. ആയതുകൊണ്ട് ആയിഷ ബീവി കല്യാണം കഴിച്ചു. അത് ശരിക്കും എഫക്റ്റ് ചെയ്തു. ഇതുപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ 2 വർഷക്കാലം നബിയോടൊപ്പമുള്ള പെരുമാറ്റഘട്ടത്തിൽ ആ തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ DNA മനസ്സിലായതുകൊണ്ട് തങ്ങളൊരു ദുആ നടത്തി. അല്ലാഹുമ്മ ജഅൽഹു ഹദിയം മഹ്ദിയ വഹ്ദിബി. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഒരു വലിയ സമ്പത്തായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഒരൊറ്റ ചെറിയ ദുആ കൊണ്ട് മുജ്തഹിദ് മുത്ലഖായി മറിഞ്ഞുവെങ്കിൽ, അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഒരു ചെറിയ ദുആ കൊണ്ട് 2 പ്രാവശ്യം ഈത്തപ്പന തോട്ടത്തിന് വളർച്ചയുള്ള ഒരു തോട്ടക്കാരനായി മാറി 2 വർഷത്തിൽ. തങ്ങളുടെ ഒരു ദുആ കൊണ്ട എങ്കിൽ അതുപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുആ ഫലമായിട്ട് മുജ്തഹിദ് മുത്ലഖായി തീരുകയുണ്ടായി. ഇവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ
കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ ഷാമിൽ നിൽക്കുന്ന ഭരണകർത്താവാകുന്ന മഹാനവറുകൾ വിശുദ്ധ ഖുർആനിൻ്റെ 6000 ആ ഫുൾ ആയത്തുകൾ ഇങ്ങോട്ട് പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടത് എന്താണ്? നാം വിഷയം മനസ്സിലാക്കണം. വമൻ ഖുതില മദ്ലൂമ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന. എല്ലാവർക്കും അറിയില്ലേ? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് എല്ലാ മുജ്തഹിദ് മുത്ലഖുകൾക്കും ഉള്ളതുപോലെ ഒരു ബാധ്യതയുണ്ട്. എന്താണത്? തൻ്റേതായ ഇജ്തിഹാദിൽ, തൻ്റേതായ വന്നിൽ എന്താണോ മികച്ചു വരുന്നത്, ആ മികച്ചു വരുന്നതിനെ നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകണം. ഒരു മുജ്തഹിദ് മുത്ലഖ് മറ്റൊരു മുജ്തഹിദ് മുത്ലഖിന് വേണ്ടി തൻ്റെ ബ്രെയിൻ അടിയറവ് വെക്കരുത്. അതാണ് ഷർത്ത്. ഇത് നിർമ്മാണമല്ലോ, ഇതുറപ്പാണല്ലോ. അപ്പോൾ വമൻ ഖുതില മദ്ലൂമ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന എന്ന ആയത്തിൽ മുജ്തഹിദ് മുത്ലഖായ മുആവിയ റളിയല്ലാഹു അൻഹു, മഹാനായ യോഗ്യത ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. യോഗ്യത ഉണ്ടായിട്ടാണ് ഇജ്തിഹാദിന് പോയത്. അതിലെന്താ കാണുന്നത്? ആർക്കെങ്കിലും തൻ്റേതായ ഏതെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, പക്ഷേ കൊല്ലപ്പെട്ടത് മദ്ലൂമായിട്ടാണ് എങ്കിൽ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന, കൊല്ലപ്പെട്ട ആളുടെ വലിയന് ഞാൻ ആക്ഷൻ സ്വീകരിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരുടെ വലിയ ആരാണ്? എല്ലാ അർത്ഥത്തിലും വലിയ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. കാരണം ഇബ്നു അമ്മാൻ. അപ്പോൾ മഹാനവറുകൾ ഈ ആയത്തിൽ നിന്ന് എന്തു മനസ്സിലാക്കി? എനിക്ക് അല്ലാഹ് സുൽത്താനെ തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഖതലത്തു ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ എൻ്റെ കയ്യിൽ കിട്ടണം, എനിക്ക് അതിന് പ്രതികാര കൊല നടത്തണം എന്ന് ഖുർആൻ എന്നോട് പറയുന്നു. ഇതാണ് മഹാനവറുകളുടെ തഅ്വീൽ, ഇജ്തിഹാദ്. അത് പറഞ്ഞപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇരിക്കട്ടെ, അത് ചെയ്യാനായിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പ്രജയാണ്, നിങ്ങൾ പ്രജയാണ്. ജനങ്ങൾ ഇവിടെ ബൈഅത്ത് ചെയ്തുകൊണ്ട് എന്നെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പ്രജയുടെ ചുമതല എന്താണ്? ഒരൊറ്റ പ്രജയും നിയമം കയ്യിലെടുക്കാൻ പാടില്ല, സ്വന്തമായി ഒരു ആക്ഷൻ സ്വീകരിക്കാൻ ആർക്കും പാടില്ല. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ പോലീസ് നിയമം നടപ്പാക്കുക എന്നല്ലാതെ നമുക്കാരെയോ തല്ലാനോ പിടിക്കാനോ അധികാരമുണ്ടോ? ആയതുകൊണ്ട് പ്രജ ചെയ്യേണ്ടത് പെറ്റീഷൻ തരലാണ്. നിങ്ങൾ എന്നോട് ത്വലബ് ചെയ്യുക, എന്നിട്ട് ഞാനിതിവിടെ നടപ്പാക്കുക. ഇതാണ് വേണ്ടത്. എന്നോട് നിങ്ങൾ ത്വലബ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം? ആദ്യം എൻ്റെ പ്രജയാണ് എന്ന് നിങ്ങളൊന്ന് ബൈഅത്ത് ചെയ്യണം. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് മനസ്സിലാക്കി. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസ്വാസു, ഇതൊരായത്താണ്. അപ്പോൾ കൊല നടന്നാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഖിസ്വാസാണ്. അലി റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? ഖിസാസ് നടപ്പാക്കണമെങ്കിൽ ഹാക്കിം വേണ്ടേ? ഹാക്കിമിനെ ഇവിടെ ഉറപ്പിച്ചതിന് ശേഷം ഹാക്കിമല്ലയോ ഖിസാസ് നടത്തേണ്ടത്? രണ്ടുപേരും ഇജ്തിഹാദുമ തന്നെ നിൽക്കുകയുണ്ടായി. ഈ ഇജ്തിഹാദുമ തന്നെ നിൽക്കുമ്പോൾ അഥവാ ഘാതകരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പിടികൂടി കൊല്ലുകയോ ചെയ്തേ പറ്റൂ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ. അലി റളിയല്ലാഹു അൻഹു നിങ്ങൾ ബൈഅത്ത് ചെയ്യൽ ആദ്യം നിർവഹിക്കൂ എന്നുള്ള ഒരു വിചാരത്തിൽ മഹാനവറുകളും. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹിബ്നു സബ വളർത്തിയെടുത്തിട്ടുള്ള കരയൽ പ്രസ്ഥാനക്കാരുണ്ടല്ലോ, ആ കരയൽ പ്രസ്ഥാനക്കാർക്ക് പേടിയായി. എന്താ പേടി? ഇതെങ്ങനെ പോയാലും അപകടം തന്നെയാണ്. അലി റളിയല്ലാഹു അൻഹു പകരം വീട്ടിയാലും ഉസ്മാൻ എന്നവർക്ക് പിടിച്ചു കൊടുത്താലും ഞങ്ങളുടെ കാര്യം അപകടമാണ്, ഞങ്ങളുടെ കാര്യമാണ് അപകടമാണ്. കാരണം അവർക്കറിയാമല്ലോ അവരാണ് കൊന്നത് എന്ന്. ഇവരെക്കാൾ കൂടുതൽ പേടി ആർക്കുണ്ടായി? ഇവരെക്കാൾ കൂടുതൽ പേടി മാവോയിസ്റ്റുകൾക്കുണ്ടായി. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട മാവോയിസ്റ്റുകളുണ്ടല്ലോ, അവർക്ക് ഇതിനേക്കാൾ വലിയ പേടിയായി. കാരണം മുആവിയ എന്നവർ എവിടെയുള്ളത്? ഈജിപ്തിൻ്റെ തൊട്ടടുത്ത് ഡമസ്കസിലാണ് മഹാനവറുകളുള്ളത്. ഏത് സന്ദർഭത്തിലും തങ്ങൾ ഗളച്ഛേദം ചെയ്യപ്പെടുമെന്നുള്ള ആശങ്കയിലാണ് ആ മാവോയിസ്റ്റുകളുള്ളത്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു പറയാൻ പാടില്ല. സുഫീൻ യുദ്ധം എന്ന് പറയുന്നത് നടന്നു. സുഫീൻ യുദ്ധം എന്ന് പറയുന്നത് നടന്നു. സുഫീൻ യുദ്ധത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് തികച്ചും ഈ പറഞ്ഞ
രണ്ട് ഇജ്തിഹാദിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു യുദ്ധമായിരുന്നു. ഈ രണ്ട് പശ്ചാത്തലത്തിലുള്ള ചിന്താഗതിയെയും കുറിച്ച് ഫിഖ്ഹിന്റെ നിയമം എന്താണ്? ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ അടക്കം എല്ലാ ആളുകളും നമ്മെ പഠിപ്പിക്കുന്നത് ആ വിഷയത്തിലേക്ക് ചർച്ചയ്ക്ക് പോവണ്ട. യുദ്ധം നടന്നത് തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ഇരു കക്ഷികളും കൂലിയുള്ളവരാണ് എന്നാണ്. അതല്ലേ ഫിഖ്ഹ് പറയുന്നത്? അങ്ങനെയാണ്. പിന്നെ നമ്മൾ ചർച്ചയ്ക്ക് പോകുന്നത് യുദ്ധത്തിൽ പങ്കെടുത്ത മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ബറ്റാലിയനും യുദ്ധത്തിൽ പങ്കെടുത്ത അലി റളിയല്ലാഹു അൻഹുവിന്റെ ബറ്റാലിയനും, രണ്ട് ബറ്റാലിയനും കൂലിയുള്ളവരാണ്. എന്തുകൊണ്ട്? നബി തങ്ങളാണ് പഠിപ്പിച്ചത്. എന്ത്? ഇജ്തിഹാദിന് കെൽപ്പുള്ളയാള് ഇജ്തിഹാദ് നടത്തിയിട്ട് നഫ്സുൽ അംറുമായി മുവാഫിഖായാൽ 2 സവാബ്, നഫ്സുൽ അംറുമായി മുവാഫിഖാവാതെ ഖതഅ് സംഭവിച്ചാൽ 1 കൂലി. അപ്പോൾ സിഫീൻ യുദ്ധം കൊണ്ട് എങ്ങനെയാലും ഇസ്ലാമിന് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ, കോട്ടമില്ല എന്ന് പറയാം. മതപരമായി വീക്ഷിക്കുമ്പോൾ കോട്ടമില്ല. യുദ്ധത്തിൽ പങ്കെടുത്ത മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിനും കൂലി, മുആവിയ മറുഭാഗത്തുള്ളവർക്കും കൂലി. കാരണം എന്താണ്? ഇജ്തിഹാദിൽ ഖതഅ് സംഭവിച്ചതാണ്. ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഭാഗത്തേക്ക് കൂടുതൽ ചർച്ചയ്ക്ക് പോകരുത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞുള്ളത്. ഇവിടെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മുമ്പ് അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ഒരവസരത്തിൽ ഒരു ചാൻസിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ. മുസ്ലിമിന്റെ ഹദീസാണ്, സ്വഹീഹ ഹദീസാണ്. ഈ മുസ്ലിമിന്റെ ഹദീസിനോടുള്ള അല്പം ബാക്കി പത്രം മുസ്ലിമിന്റെ റിവായത്തിൽ വന്നിട്ടില്ലെങ്കിലും മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കൂടി കാണാം: ഖാതിലു അമ്മാരിൻ വസാലിബുഹു ഫിന്നാർ. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ എന്തായി നോക്കുക. അമ്മാർ എന്നവരോട് തങ്ങൾ പറയുന്നു തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, ഖാതിലു അമ്മാരിൻ വസാലിബുഹു ഫിന്നാർ. നാം ഒറ്റ നോട്ടത്തിൽ പക്ഷേ നോക്കുമ്പോൾ എന്ത് മനസ്സിലാകും? അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലും. ആര് കൊല്ലും? അൽ ഫിഅത്തുൽ ബാഗിയ, ബാഗിയത്തായ ടീം, ബഗീന്റെ ടീം കൊല്ലും. യഥാർത്ഥത്തിൽ സിഫീൻ യുദ്ധത്തിൽ ഒരു രാത്രി, നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം വരെയും യുദ്ധം നടന്ന് മഗ്‌രിബായതിനു ശേഷവും യുദ്ധം തുടരുകയാണ്. 94 വയസ്സ് പ്രായമുള്ള ഈ അമ്മാർ റളിയല്ലാഹു അൻഹു, അന്ന് 94 വയസ്സുള്ള അമ്മാർ റളിയല്ലാഹു അൻഹു ഈ ഇരുട്ടിന്റെ മറവിലും നേരിയ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി നടക്കുന്ന വെള്ളിയാഴ്ച രാവിലെ അറ്റാക്കിലും അദ്ദേഹം അടർക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയുണ്ടായി. അവിടെ വെച്ചുകൊണ്ട് മഹാൻ മരിച്ചു എന്നുള്ളത് ശരിയാണ്. തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ എന്ന് പറയുന്ന ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും ഒന്നടങ്കം ബാഗിയത്ത് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കുക. ഒരിക്കലും മുആവിയത്ത് എന്നവരെ കുറ്റവാളി എന്ന് വിളിക്കാൻ പാടില്ല. കാരണം നബി തങ്ങളല്ലേ പറഞ്ഞത്? എന്ത്? ഇജ്തിഹാദ് നടത്തിയിട്ട് നഫ്സുൽ അംറിനോട് മുവാഫിക്കായിട്ടില്ലെങ്കിലും 1 കൂലിയുണ്ട്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു കൂലിയല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു തന്നെ വെക്കുക. ആര് കൊന്നു? മുആവിയ റളിയല്ലാഹു അൻഹുവും പാർട്ടിയും കൊന്നുവെങ്കിൽ പോലും ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തുണ്ടാവണം? പടച്ചോൻ കൂലി കൊടുക്കണം. കാരണം കൂലി കൊടുക്കുന്നു പറഞ്ഞാൽ ശരിയല്ലേ? അപ്പോൾ ഖാതിലു അമ്മാരിൻ വസാലിബുഹു ഫിന്നാർ എന്ന് പറയുമ്പോൾ ഫിന്നാരി എന്ന പ്രയോഗവും മഅ്ജൂറുൻ എന്ന പ്രയോഗവും താറുവാൻ. കൂലി ഉണ്ടാവുക നരകത്തിലും കൊടുക്കുക. അപ്പോൾ കൂലി നരകത്തിൽ നിട്ടണ്ടേ? അങ്ങനത്തെ നരകണ്ട് അതല്ലേ പിന്നെ അഹ്ലം വസയില കൂലി കിട്ടുന്ന നരകം. അപ്പം അത് താറുന്നുള്ളതാണ്. എങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാന്യ സുഹൃത്തുക്കളെ, അൽ ബാഗിയ എന്നതിന് എന്തു മാത്രമേ അർത്ഥം കൊടുക്കാൻ പാടുള്ളൂ? അൽ ഖാത്തിഅ എന്നേ അർത്ഥം കൊടുക്കാൻ പാടുള്ളൂ. ഏതുപോലെ അസ്വാ ആദമു റബ്ബഹു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളാരും ഞെട്ടുന്നില്ലല്ലോ. കാരണം തേവീൽ ചെയ്യാൻ നിങ്ങൾക്കറിയാം. വജദ്നാക ളാല്ലൻ ഫഹദ.
ആരും ഞെട്ടുന്നില്ലല്ലോ, കാരണം തേവിൽ ചെയ്യാൻ നിങ്ങൾക്കറിയാം. അറിയാം എങ്കിൽ ആ തേവിൽ വെച്ചുകൊള്ളണം. അൽ ബാഗിയ എന്നതിന് എന്താ തേവിൽ? അൽ ഖാത്തിയ. ഇജ്തിഹാദിൽ ഖത്ത് പറ്റിയ ആളുകളാണ്, അവരുടെ ഭാഗത്താണെന്നാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എന്താക്കാൻ പറ്റിയില്ല, അത് മഹാനവറുകളെ കുറ്റവാളി എന്ന് പറയാനോ അതല്ലെങ്കിൽ തെറ്റായ നടപടി എന്നോ പറയാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഈ രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും രണ്ടുപേരും വഫാത്തായതിനു ശേഷം പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തിന് ഒരു റുഇയ ഉണ്ടായി, ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ അനുഭവപ്പെട്ടത് മഹാനായ നബിതങ്ങള്, അതുപോലെ തന്നെ സ്വഹാബിമാർ, മറ്റു രണ്ട് പ്രമുഖരും, ഇവരൊക്കെ നിൽക്കുന്ന സദസ്സിലേക്ക് പെട്ടെന്ന് കണ്ടിരിക്കുന്നു രണ്ട് വ്യക്തിത്വങ്ങളെ ആനയിക്കപ്പെടുന്നു. ഒന്ന് അലി റളിയല്ലാഹു അൻഹു ആണ്, ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഇവരെ രണ്ടുപേരെയും ഒരു റൂമിനകത്തേക്ക് മാറ്റപ്പെടുന്നു. സ്വപ്നം കണ്ട ആൾ കാണുന്ന കാഴ്ചയാണ്. ഒരു സ്വകാര്യ റൂമിലേക്ക് മാറ്റപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് അലി റളിയല്ലാഹു അൻഹു പുറത്തു വരുന്നു. മഹാനവറുകൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിലാണ്. അതിനുശേഷം ഈ സ്വപ്നം കാണുന്ന ആൾക്ക് ആശങ്കയെ, കാരണം മറ്റേ ആൾ വരുന്നില്ലല്ലോ. തുടർന്ന് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഡോർ തുറന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പുറത്തു വരുന്നു. അദ്ദേഹമാണെങ്കിലോ അതേ പ്രകാരം സുസ്മേരവദനനാണ്. ചോദിച്ചു എന്തായി? അപ്പോ അല്ലാഹു തആല ഖലാലി, മഹാനായ ഉമർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത്രേ. ഈ അലി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു തആല ഞങ്ങൾക്കിടയിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് ഖലാലി, എനിക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷത്തിന് മഹാൻ കാരണം പറയാ, ജാലനി മഗ്ഫൂറ, മഹാന്റെ മറുപടിയാണ്. അപ്പൊ ഇത് ഈ സ്വപ്നത്തിലൂടെ എന്ത് മനസ്സിലായി? നമുക്കതിൽ ഇടപെടേണ്ട ഒരു വിഷയമില്ല, ഒരു വിഷമവും ഇല്ല. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇതിങ്ങനെ കൊള്ളിക്ക, ഖാതിലു അമ്മാരിൻ വസാലിബുഹു ഫിന്നാരി എന്നുള്ളത് പിന്നെ എങ്ങനെ കൊള്ളിക്കുന്നു? ഫിന്നാരി അവിടെ ഉണ്ടല്ലോ, മറ്റേത് ഹാത്തിയത്ത് എന്ന് പറഞ്ഞങ്ങനെ പോവാ. എന്നാൽ മാന്യ സുഹൃത്തുക്കളെ, ഇനിയും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അബുൽ ഖാദിയ എന്ന് പറയുന്ന ഒരാളാണ് ഡയറക്റ്റ് അമ്മാർ എന്നവരെ വധിച്ചിട്ടുള്ളത് എന്ന് ചരിത്ര കിതാബുകളിൽ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഓരോ വിഷയത്തെയും ഗൈബിന്റെ കണ്ണുകൊണ്ട് കാണുന്ന വ്യക്തിത്വമാണെന്ന് യാതൊരു സംശയമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഹസൻ റളിയല്ലാഹു അൻഹു വല്ലിപ്പാന്റെ കാലുമ്മ പിടിച്ച് തൂങ്ങാൻ വന്ന സന്ദർഭത്തിലും ഈ മകൻ രണ്ട് കക്ഷികൾക്കിടയിൽ ഐക്യം വരുത്തുന്നയാളാണെന്ന് പറഞ്ഞത്. അപ്പൊ നബി തങ്ങൾ എത്ര വർഷം പുറകോട്ടാ ചിന്തിക്കുന്നത്, കാണുന്നത്? കുഞ്ഞിനാകപ്പാട് 6 വയസ്സ് കാണും അത് തങ്ങൾ പറയുമ്പോൾ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന സന്ധി ഇവിടെ വെച്ച് കാണുകയാണ്. ഇതുപോലെ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ അയാൾ കറക്റ്റ് പറഞ്ഞു, ഫിന്നാറാണ്. ഇതാണ് നബിതങ്ങളുടെ ഗൈബിന്റെ കാഴ്ചയുടെ അവസ്ഥ. അത് വെച്ച് നോക്കുമ്പോൾ തഖ്തുലുക്കൽ ഫിഅത്തുൽ ബാഗിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും ശേഷം ഖാതിലു അമ്മാരിൻ വസാലിബുഹു ഫിന്നാരി എന്ന് പറഞ്ഞതും നമ്മോട് സംസാരിക്കുന്നത് സത്യത്തിൽ തഖ്തുലുക എന്ന് പറയുന്ന ഒരു ഫീലാണല്ലോ. ഖതല യഖ്തുലു എന്ന് പറയുന്നിടത്ത് ഖത്ല് എന്ന് പറയുന്ന ആ ഹദസ്, ആ പ്രക്രിയ, ഈ പ്രക്രിയ നടന്ന കറക്റ്റ് പോയിന്റിലേക്ക് തങ്ങൾ ഫായിൽ ചേർക്കുന്നത്. നോക്കൂ നിങ്ങൾ, കറക്റ്റ് പോയിന്റ് ആണോ മുആവിയ റളിയല്ലാഹു അൻഹു? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആയിരക്കണക്കായ സ്വഹാബിമാരും അല്ലാത്തവരുമായ പടയാളികൾ കറക്റ്റ് ഖതല യഖ്തുലുവിന്റെ ഫായിലാകാൻ പറ്റുമോ? ഷാരീന്റെ വായിൽ നിന്നൊരു സംഗതി വീണാൽ അതിനെ ഹഖീഖത്തുമേൽ ചുമത്തിക്കൊള്ളണം, ചുമത്താവുന്ന കാലത്തോളം അങ്ങനെ തന്നെയാണ്. ഖത്ല് ഒരു മനുഷ്യൻ 94 വയസ്സായ ആൾ ആകെ എല്ലും തൂലേ ഉണ്ടാവില്ലേ, അയാളെ 10 ആൾക്ക് കൊല്ലാൻ കഴിയും? ചിന്തിച്ചു നോക്കൂ. അയാളെ കൊല്ലാൻ 1000 ആൾക്ക് കഴിയില്ല, അയാളൊന്ന് തോണ്ടാനേ കഴിയുള്ളൂ. അപ്പോൾ തന്നെ മൂപ്പര് റോസാവും. അത്രേ ഈ 94. അപ്പോൾ ഇവിടെ ഖത്ല യഖ്തുലുവിന്റെ കറക്റ്റ് പോയിന്റ് ആകാൻ കഴിയുന്നത് മാക്സിമം 1, 2, 3 ആളുകളാണ്. 2, 3 ആളുകളുണ്ടെങ്കിൽ അവർക്കും ഫിയത്ത് എന്ന് പറയും. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഫിയത്താണത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനെങ്ങും കണ്ടിട്ടല്ല, നിങ്ങൾ തല്ലൂലാന്ന് വിചാരിച്ച് ഞാൻ പറയാണ്. എന്താ പറയുന്നതെന്നറിയോ? ഞാൻ പറയുന്നു, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ
പടയാളികളെ കൂട്ടത്തിൽ ഒളിച്ചിരുന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആര്? സബഈകള്. സാക്ഷാൽ നേരത്തെ പറഞ്ഞ ആ കരച്ചിലിൻ്റെ കക്ഷികള്. കൂഫയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുമെന്നും അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വസിയ്യാണ് എന്നും വിശ്വസിച്ച് നടക്കുന്ന അബ്ദുല്ലാഹിബ്നു സബൈന്റെ ടീമില്ലേ, അവർ ഉസ്മാൻ എന്നവരെ കൊന്നതിന് ശേഷം ആരുടെ കൂടെ ഒളിച്ചു പാർക്കുന്നുണ്ട്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ടീമിൽ അലി റളിയല്ലാഹു അൻഹു ചേർത്തവരായിട്ടല്ല, അല്ലാത്ത നിലക്ക് അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഓരോരുത്തരും നമുക്കറിയാം കറക്റ്റ് ആരാണ്? ഇസ്ലാം മതത്തിൽ നിന്ന് പിഴച്ചു പോയിട്ടുള്ളവരാണ്, അവർ കൊള്ളരുതാത്തവരാണ്, അവർ സബൈകളാണ്. ഈ സബൈകളെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ അവർ ഇരുട്ടിൻ്റെ മറവിൽ അന്ന് നടന്നിട്ടുള്ള ഈ അമ്മാർ എന്നവരുടെ മരണത്തിന് ഇടവരുത്തുന്ന അമ്പെയ്യൽ കത്തിപ്രയോഗം കറക്റ്റ് നടന്നിട്ടുണ്ടാവുക ആ രണ്ടോ മൂന്നോ ആളുകളെ കയ്യാലായിരിക്കും. ഈ കറക്റ്റ് വ്യക്തികളെ ചൂണ്ടിക്കാണിക്കലാണ് ഗൈബിന്റെ കണ്ണുകൊണ്ട് തങ്ങളുടെ ചുമതല. തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ. അങ്ങനെയാണ് എങ്കിലോ ആ സബീകൾ പിന്നെ എവിടേക്കല്ല? നരകത്തിലേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ഖാതിലു അമ്മാരിൻ വസാലിബുഹു ഫിന്നാർ. ഇങ്ങനെ അങ്ങോട്ട് തെവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഹദീസിൻ്റെ ബാക്കി പത്രത്തിനും യാതൊരു പ്രയാസവുമില്ല. അല്ലാതെ തെവീൽ ചെയ്താലുള്ള കുടുക്കെന്താന്ന് വെച്ചാൽ മഅ്ജൂറാണെന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് ഫിന്നാരിക്ക് അർത്ഥം വെക്കാൻ കഴിയാതെ പോകുന്നതാണ്. എന്നാലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ കുടൽമാല ഇട്ടതിനെ സംബന്ധിച്ച് എന്താ സുന്നത്ത് ജമാഅത്ത് പറയുന്നത്? ഇട്ടിട്ടില്ല എന്നാണ്. ഏറ്റവും അസ്കയായ മനുഷ്യനും കൊണ്ടുവരിപ്പിച്ച ആളുകളും അവർക്ക് തോന്നുന്നു അവർ കുടൽമാല ഇട്ടത് തങ്ങളുടെ പുറത്ത് വീണിട്ടുണ്ട് എന്ന്. ഹഖീഖത്തിൽ വീണിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല് സുജൂദിൽ ഇങ്ങനെ കിടക്കുന്ന അവസരത്തിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബുഖാരിയുള്ളത് ഫലമ്മൻ സ്വറഫ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നിസ്കാരം നിങ്ങൾ പൂർത്തിയാക്കിയെന്നില്ല. നേഴ്സിൻ്റെ ഹാമിലായ അവൻ നിസ്കാരം പൂർത്തിയാക്കാനുണ്ടാവും. ഇൻസിറാഫിനൊരു സമയം ഉണ്ടാവും. ഇവിടെ ഇൻസിറാഫിൻ്റെ ശേഷം ദുആ നടത്തിയെന്നാണുള്ളത്. അപ്പോൾ തങ്ങളുടെ നിസ്കാരം ബാത്തിലായിട്ടില്ല, തങ്ങളുടെ ശരീരത്തിൽ അത് തൊട്ടിട്ടില്ല. തങ്ങളുടെ ദേഹത്ത് ഒരിക്കൽ പോലും ഒരു ഈച്ച ഇരുന്നിട്ടില്ല എങ്കിൽ പിന്നെ പിണ്ടം ഇരിക്കുമോ? സുഹൃത്തുക്കളെ ആലോചിച്ചാൽ പോരെ. ഇതിന് നമ്മളിങ്ങനെ ഉറക്കെ പറയുന്നു. ഏത്? അല്ലാഹുവിൻ്റെ റസൂലിൽ ഒരു പ്രാവശ്യം പോലും ഈച്ച വന്നിട്ടില്ല. അതേ നിമിഷത്തിൽ തന്നെ അതൊക്കെ മറന്നിട്ട് അഹോ കഷ്ടം തങ്ങളെ ഇതൊക്കെ ചെയ്തു പറയാൻ പാടില്ല. അത് പിന്നെ എന്താ ഉണ്ടായത്? ഈ പിണ്ടത്തെക്കാളും എത്ര ടന്ന് വെയിറ്റുള്ള സാധനമാണ് തൂറ് പർവ്വതം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനുണ്ടോ തൂറ് പർവ്വതം ആകാശത്ത് ഇങ്ങനെ പിടിച്ചിരിക്കാൻ വല്ല പ്രയാസവും? എങ്കിൽ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ശരീരത്തിൽ, അതും തന്നെ കഅബയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സ്പർശനം കൂടാതെ താങ്ങി നിർത്താൻ പടച്ച റബ്ബിന് കഴിയും. ആ താങ്ങി നിർത്തിയത് കൊണ്ട് തന്നെയാണ് നിസ്കാരം ബാത്തിലാവാതിരുന്നതും നിസ്കാരം പൂർത്തിയായതിനു ശേഷം ദുആക്ക് മുതിർന്നതും ഫലമ്മൻ സ്വറഫ എന്നുള്ള ഇൻസിറാഫിനുള്ള ചാൻസ് ഉണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നബി തങ്ങളുടെ ശരീരത്തിൽ തട്ടാതെ ഉയർത്തി നിൽക്കുമ്പോൾ കാണിയുടെ കണ്ണിൽ എന്താ കാണുക? തട്ടി മുട്ടി എന്ന് തന്നെയാണ്. അത് അള്ളാഹുവിന് കഴിയുന്ന കാര്യമാണ്. കാരണം ഹുനൈൻ യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെയുള്ള യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഖുർആൻ അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കണ്ണിൽ അവരെ കൊച്ചാക്കി കാണിച്ചു. ആയത്തുള്ളതല്ലേ. അവരുടെ കണ്ണിൽ നിങ്ങളെയും ഞാൻ കൊച്ചാക്കി കാണിച്ചു. ആയത്തുള്ളതാണ്. അപ്പൊ എന്താണ്? മുസ്ലിം സംഘം 1000 ഉണ്ടെങ്കിൽ 2000 ഉണ്ട് എന്ന് തോന്നിക്കൽ അല്ലാഹു അവിടെ നടത്തി. ഉള്ളതല്ല അത് തോന്നിപ്പിച്ചു അല്ലാഹു തആല. എന്ന പോലെ അവര് 10,000 ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ എത്ര തോന്നിയുള്ളൂ? 1000 ഉള്ളൂ. ഇതും ഖുർആൻ പറഞ്ഞതാണ്. എങ്കിൽ ആ അള്ളാഹുവിന് കഴിയും എന്തിന്? മഹാനായ നബി തങ്ങളുടെ ദേഹത്തെ മുട്ടി തട്ടി എന്ന് കുഫാറുകൾക്ക് തോന്നിപ്പിക്കാൻ. അവര് മിഥ്യയായ ചിരിച്ചിരിക്കുകയായിരുന്നു. കളി അറിയാതെ ആട്ടം തുള്ളുക എന്ന് പറയുന്ന മാതിരി തുള്ളൽ മാത്രമായിരുന്നു. കഥ അറിഞ്ഞിട്ടല്ല തുള്ളിയിരുന്നത്. മാന്യ സുഹൃത്തുക്കളെ, ഇതേ ക്രമത്തിൽ ഒരുപക്ഷെ അബുൽ ഖാദിയൊക്കെ തോന്നിയിട്ടുണ്ടാകും, എൻ്റെ അമ്പിനാലാണ് വെട്ടിനാലാണ് അമ്മാർ എന്നവർ മരിച്ചത് എന്ന്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഖത്ലിന് മുബാശറത്തൻ സബബായിട്ടുണ്ടാവുക
ആ സബയ്യായ കൂട്ടർ ഈ സംഘത്തിലുണ്ട്, അതുറപ്പാണ്. ഇവര് ഖിസാസ് എടുക്കപ്പെടാതിരിക്കാൻ വേണ്ടി പരമാവധി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് നടക്കുകയായിരുന്നു. അവരെന്താ ചെയ്യുന്നത്? ഉസ്മാൻ എന്നവരുടെ ഭാഗത്ത് നിൽക്കുകയല്ല, മുആവിയത്ത് എന്നവരുടെ ഭാഗത്ത് നിൽക്കുകയല്ല, പരമാവധി അലി റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്തിൽ ഒളിച്ചു കഴിയുകയാണ്. മഹാൻ ചേർത്തിട്ടൊന്നുമല്ല, അവർ ഒളിച്ചു കഴിയുക. അത്തരക്കാരായ ആളുകൾ ഒപ്പിച്ച വേലയായിരിക്കും ഈ കൊലപാതകം. എങ്കിലോ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം? നരകത്തിലേക്ക് പോവുകയും ചെയ്യാം. ഫിന്നാർ, നരകത്തിൽ തന്നെയാണ്. ഇങ്ങനെ വെക്കുന്ന സന്ദർഭത്തിൽ മാന്യ സുഹൃത്തുക്കളെ, ഈ സിഫീൻ എന്ന് പറയുന്ന യുദ്ധം അത് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം നടന്നു എന്നതിന്റെ പേരിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തെറ്റുകാരനും കുറ്റക്കാരനുമാക്കി വിധിയെഴുതാനുള്ള ഒരു പ്ലസ് പോയിന്റായിട്ട് ഒരു കാരണവശാലും അമ്മാർ എന്നവരുടെ മരണം അത് വ്യാഖ്യാനിക്കപ്പെട്ടു കൂടാത്തതാകുന്നു. അഥവാ അങ്ങനെ ഒരാൾ അതാണ് ഇപ്പോൾ ഷിയാക്കൾ ചെയ്തത്. ഞാൻ എവിടേക്കാ വരുന്നത്? യമന്റെ തരംഗത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. യമന്റെ തരംഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യമന്റെ തരംഗമാണ്, സമയമില്ല. ഇതിനകത്ത് സുഹൃത്തുക്കളെ യമന്റെ തരംഗങ്ങളായിട്ട് പുതിയ ഖുർആനിന്റെ ആയത്തുകളുണ്ട്. മാത്രമല്ല മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ഇല്ലാത്ത നിരവധി കാര്യങ്ങൾ അവിടുത്തെ പഠിപ്പിക്കൽ തുടങ്ങിക്കഴിഞ്ഞത് പറയാനുണ്ട്. നമ്മുടെ മദ്രസകളും നമ്മുടെ കോളേജുകളും നമ്മുടെ പള്ളികളും മാത്രമല്ല, 3000 മുസ്ഹഫിന്റെ കോപ്പി ഒന്നിച്ച് യമനിലെ ഹൂത്തികൾ കത്തിച്ചതിന്റെ ഫോട്ടോ ഇതിലുണ്ട്. അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ ഫോട്ടോ ഇതിലുണ്ട്. പക്ഷെ അവിടെ എത്തിയിട്ടില്ല. അതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞതിലൂടെ അങ്ങോട്ട് വരിക. മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഇട്ടുകൊണ്ട് ചുട്ടരിക്കാനും കാളമൂട്ട് നടത്താനുമുള്ളൊരു ശ്രമം അത് നടക്കുന്നതിന് നിമിത്തമാക്കുന്നത് എന്താണ്? തഖ്തുലുക്കൽ ഫിഅത്തുൽ ബാഗിയ എന്ന ഹദീസാണ്. ബുഖാരി അവർ അംഗീകരിക്കൂല, മുസ്ലിം അവർ അംഗീകരിക്കൂല, ഒന്നും അംഗീകരിക്കില്ല. പക്ഷേ നിങ്ങൾ അംഗീകരിക്കുന്ന മുസ്ലിമില് തഖ്തുലുക്കൽ ഫിഅത്തുൽ ബാഗിയ എന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞതുകൊണ്ട് ബോധ്യപ്പെട്ടില്ലേ എന്ത്? മുആവിയ ഒന്നിനും കൊള്ളരുതാത്തയാളാണ് എന്ന്. ആകയാൽ ഉമവിയ വംശം ഒന്നടങ്കം കൊള്ളാത്തവരാണ്. ഉമവിയ വംശം അഹ്ലുബൈത്തിനെ ലോകത്തിൽ നിന്ന് കുഴിച്ചുമൂടാൻ ശ്രമിച്ചവരാണ്. ആയതുകൊണ്ട് അഹ്ലുബൈത്തിന് പുനർജനിക്കാനുള്ള അവസരം കൊടുക്കൂ. മുആവിയക്കും മുആവിയെ അനുകൂലിക്കുന്ന ആളുകൾക്കും പാതാളത്തിലേക്ക് പോവാൻ അവസരം കൊടുക്കൂ. ഈ ഒരു ശബ്ദമാണ് ഇന്ന് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അന്നത്തെ ആ സബയ്യാക്കളിലെയോ അവർ 2 ഗ്രൂപ്പായി തിരിഞ്ഞു. ഏത് കഴിഞ്ഞതോടുകൂടെ? സിഫീൻ കഴിഞ്ഞതോടുകൂടെ. ഒരു കൂട്ടർ സ്ഥിരം കരച്ചിലുകാർ തന്നെ, സ്ഥിരം കരച്ചിലുകാർ. അവർക്ക് കരച്ചിൽ. എന്താ കരച്ചിലിന് ഓർമ്മ വേണം? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ടത് കിട്ടിയില്ല. അപ്പൊ ഇനി എന്താ കരയുന്നത്? കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഇപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ സിംഹഭാഗവും പെയ്യത്തില്ല, എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അത് പിന്നത്തെ കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ അന്ന് കിട്ടിയില്ല എന്ന് കിട്ടിയില്ല. അള്ളാഹുവിന് റസൂല് മരിച്ച ഉടനെ കിട്ടിയില്ല. മരിച്ച ഉടനെ കിട്ടാതിരുന്നപ്പോൾ ഇവിടെ മാക്സിമം എത്ര കൊല്ലം പിന്നിട്ടു? തങ്ങൾ വഫാത്തായതിനു ശേഷം 2 കൊല്ലക്കാലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഏകദേശം 10 വർഷക്കാലം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഏകദേശം അതിനടുത്ത സമയം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പം എത്ര? ഏകദേശം ഒരു 23 കൊല്ലത്തോളം ഈ വസിയ്യത്ത് കിട്ടിയില്ലല്ലോ എന്നുള്ള കരച്ചിലാണ്. പിന്നെ കഥ കരച്ചിൽ കരയിപ്പിക്കുന്ന ആളുകൾക്കൊണ്ട് അങ്ങനെ കരയിപ്പിച്ചിട്ടുണ്ട്. വിസ്വായ നടപ്പാക്കിയില്ല. അങ്ങനെ കരച്ചിലുകാരൊരു ഭാഗത്തും മറ്റേ തീവ്രവാദികളുണ്ടല്ലോ, തീവ്രവാദികൾ എന്തായി? സിഫീൻ യുദ്ധം നടന്നതോടുകൂടെ ഖവാരിജി എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു. അതെങ്ങനെ അവർ ഖവാരിജികളായത്? സമയമില്ല. സിഫീൻ യുദ്ധം അവസാനിക്കാനുള്ള കാരണം മുആവിയ റളിയല്ലാഹു അൻഹു തന്നെ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ പരസ്പരം തല്ലിക്കൊല്ലുന്നത് ശരിയല്ല, നമുക്കെന്ത് ചെയ്യാം? വിശുദ്ധ ഖുർആനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഐക്യപ്പെടാം എന്ന് പറഞ്ഞ് ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്തലവന്റെ കയ്യിൽ ഖുർആൻ കൊടുത്തിട്ട് പട്ടാളക്കാരുടെ മുന്നിലേക്ക് ഇന്ന് ഉയർത്തിക്കാട്ടി. ഇതിൽ പറയുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോവാം, ശരി 100% ശരി എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു കൊടി താഴെ വെച്ചു, ആയുധം താഴെ വെച്ചു. ഇങ്ങനെയാ പിരിഞ്ഞത്. ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. എന്താ? ഹൂത്തിങ്ങൾ എന്ന് പറയുന്ന കൂട്ടരും ഇന്ന് ലോകത്തുള്ള മുഴുവൻ ഷിയാക്കളും ഒളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? വിശുദ്ധ ഖുർആൻ സമ്പൂർണമല്ല, ഖുർആനിൽ തഹരീഫ് വന്നിട്ടുണ്ട്, അതിൽ ഏറ്റവ്യത്യാസം വന്നിട്ടുണ്ട്, ഖുർആൻ ശരിയല്ല. ശരിയായ ഖുർആൻ എന്ന് പറയുന്നത് മുസ്ഹഫ് ഫാത്തിമ. കേട്ടോളൂ, മുസ്ഹഫ് ഫാത്തിമ. അങ്ങനെ ഒരു മുസ്ഹഫ് ഉണ്ട്.
അതാണ് ഈ യഥാർത്ഥ ഖുർആന്. അതിൽ മൊത്തം ഉള്ളത് 17,000-ഓളം ആയത്തുകളാണ്. 6,666 ആയത്തെന്നല്ലേ പറയുന്നത്? അല്ല, 17,000-ഓളം ആയത്തുകളുള്ള യഥാർത്ഥ മുസ്ഹഫ് ഫാത്തിമ അതെവിടെ പോയി എന്ന് വെച്ചാൽ അവർ പറയും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം താഴോട്ട് ആ പരമ്പരയിൽ 12ാമത്തെ ആളായും കൊണ്ട് ഒരു മുഹമ്മദ് ഉണ്ടായിരുന്നു. ആ മുഹമ്മദ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ 55ാമത്തെ വയസ്സിൽ അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ ആക്ഷൻ ഭയന്നിട്ട് സാമർണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നത്തെ ഈ ഇറാഖ് പ്രദേശത്ത് ഒരു സ്ഥലത്ത് കെട്ടിടത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു മുങ്ങുകയുണ്ടായി. AD 260-ാണ് 65-60 ഒരു കൊല്ലത്തിലാണ് ഈ മുങ്ങൽ നടത്തിയത്. 12ാമത്തെ ഇമാമ് അദ്ദേഹം പോകുമ്പോൾ കൂടെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇസ്നാ അശരിയ എന്ന് പറയുന്നത് ആ സിൽസിലയിലെ 12ാമത്തെ ആളെ വരെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ പേരിലാണ്. അദ്ദേഹം കൊണ്ടുപോയ ആ മുസ്ഹഫുമായിട്ട് കുറെ കഴിഞ്ഞതിന് ശേഷം വരും അദ്ദേഹം പുറത്തു വരും. ആദ്യത്തെ റജ്അത്ത് ഈ മുഹമ്മദിനാണ്. അദ്ദേഹം ഇവിടെ തിരിച്ചു വരുന്നത് ഈ മുസ്ഹഫുമായിട്ടാണ്, 17,000 ആയത്തുള്ള മുസ്ഹഫുമായിട്ടാണ്. ആ മുസ്ഹഫുമായി വന്നിട്ട് അന്തരീക്ഷം ക്ലിയറാക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കൊണ്ടുവരും, മരിച്ചുപോയ വാപ്പാനെ കൊണ്ടുവരും, പിന്നെ അതിൻ്റെ വല്ലിപ്പാനെ കൊണ്ടുവരും, അവസാനം അലി റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ടുവരും, പിന്നെ നബിതങ്ങളെയും കൊണ്ടുവരും. അപ്പൊ എത്ര ആളിവിടെ മടങ്ങി വരാനുണ്ട്? ഇമ്മത്ത് എന്ന പേരിൽ ഇമാമിയങ്ങൾ എന്ന പേരിൽ 12 ആളും നബി എന്ന പേരിൽ മുഹമ്മദ് മുസ്തഫ മൊത്തം 13 ആള് തിരിച്ചു വരാനുണ്ട്. അതിന് ആ അവസരത്തിൽ അവർക്ക് ഭരിക്കാനുള്ള ഒരു ഗ്രന്ഥമായിട്ട് ഈ അണ്ടർഗ്രൗണ്ടിൽ ഇപ്പോഴും മുസ്ഹഫ് ഫാത്തിമ നിലകൊള്ളുന്നുമുണ്ട് എന്നാണ് സാക്ഷാൽ ഷിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് 3 കോടി ഉണ്ടായിരുന്ന യമനിലെ ജനങ്ങളിൽ നിന്ന് 40% അടർത്തിയെടുത്ത് ബുദ്ധി മരവിപ്പിച്ച് ആ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. സാക്ഷാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പ്രചാരം നടത്തിയിരുന്ന അൽ ഈമാനു യമാനിൻ എന്ന പേരിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സാക്ഷാൽ നല്ല ഒരുപാട് മനുഷ്യന്മാരും ചേർന്നു പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ 40% ഒഴുകിപ്പോയിട്ടുണ്ട്. വലിയ സങ്കടമാണത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ശരിക്കും നോമ്പും നിസ്കാരവുമായി നടന്നിരുന്ന ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ സയ്യിദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വഴിപിഴച്ചു പോകുന്ന ആളുകളുടെ പിറകെ പോകുന്നില്ലേ? കള്ളന്തോട്ടിലൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അങ്ങോട്ട് പോകുന്ന ജനങ്ങൾ, നല്ല മനുഷ്യന്മാർ. ഇതേ ഒരു ഗതികേട് അഥവാ കള്ളനോട്ടുകളിലൊക്കെ സംഭവിച്ച ഗതികേട്, അതാണ് എൻ്റെ വിഷയം. യമൻ്റെ നൊമ്പരങ്ങൾ അതാണ് നല്ല മനുഷ്യന്മാര് ഒന്നടങ്കം. ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1979 ഇറാൻ വിപ്ലവം നടക്കുന്നത്. ഇറാൻ വിപ്ലവം നടന്നതോടുകൂടെ, ഖുമൈനി അവിടെ വന്നതോടുകൂടെ ആ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ ഏകദേശം 60-70% ഇന്ന് അവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്നാ അശരിയയുടെ പ്രചണ്ഡമായ പ്രചരണത്തിനാണ്. കേവലം 30% മാത്രമേ രാജ്യത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും യുദ്ധായുധങ്ങൾക്ക് വേണ്ടിയും ചെലവാക്കുന്നുള്ളൂ. ബാക്കി 70% വരുന്ന ആ രാജ്യത്തിൻ്റെ എണ്ണ സമ്പത്ത് 1979 മുതൽക്ക് ഇറാൻ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇസ്നാശരിയ എന്ന് പറയുന്ന ഷിയായിസത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഇറാൻ പണം കൊടുത്തതിൻ്റെ പേരിലാണ് നൂറ് മാലിക്കി ഇറാഖിൽ അധികാരത്തിലേറലും പിടിച്ചു നിൽക്കലും ഉണ്ടായത്. ഇറാനിൻ്റെ എണ്ണയുടെ പണം കൊണ്ടാണ് സാക്ഷാൽ ബഷാർ അസദ് ഈ ഡമസ്കസിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. സാക്ഷാൽ നസറുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനം, ഹിസ്ബുല്ല എന്ന് പറയുന്ന പ്രസ്ഥാനം ലബനാനിൽ പിടിച്ചു നിൽക്കുന്നതും ഇറാനിൻ്റെ എണ്ണ ക്യാഷ് കൊണ്ടാണ്. 40% വരുന്ന ജനങ്ങളെ ഹൂത്തികളാക്കിയിട്ട് യമനില്
1999-2000 മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്ത്? ഈ യമനിലെ ജനങ്ങൾക്ക് ക്യാഷ് കൊടുക്കാൻ ഇറാൻ. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അവിടെയുള്ള ബദറുദ്ദീൻ എന്ന പേരിലുള്ള ഒരു സാധാരണക്കാരൻ 3 വർഷക്കാലം ഇറാനിൽ പോയി താമസമാക്കി. പോകുന്ന സന്ദർഭത്തിൽ അയാൾ ഉള്ളത് ഷിയാ വിഭാഗത്തിലെ സെയ്ദിയ ഗ്രൂപ്പിലാണ്. ഇറാനിൽ ചെന്നപ്പോൾ സെയ്ദിയ ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് ഇസ്നാ അശരിയിൽ ചേർന്നു. അതോടുകൂടെ തന്നെ ഇറാൻ ഗവൺമെന്റ് പട്ടാളപരമായിട്ടും ആയുധപരമായിട്ടും സഹായിക്കാമെന്ന് വാക്കുകൊടുത്ത് ബദറുദ്ദീനിനെ പറഞ്ഞയച്ചു യമനിലേക്ക്. ആ ബദറുദ്ദീനിന്റെ മകൻ ഹുസൈൻ ഹൂത്തി എന്ന പേരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇദ്ദേഹം ഏറ്റവും മൂത്തൊരു RSS മനസ്കനാണ്. ആ മനുഷ്യൻ 2004 കൊല്ലപ്പെട്ടു പോവുകയുണ്ടായി. ആ കൊലപാതകമാണ് യഥാർത്ഥത്തിൽ ഹൂത്തിയെ വളർത്തിയത്. അദ്ദേഹത്തിന്റെ ഷർറ് സഹിക്കവയ്യാതെ യമനിലെ യഥാർത്ഥ ഭരണകൂടത്തിന്റെ പട്ടാളം ഹുസൈൻ ഹൂത്തിയെ കൊന്നതോടുകൂടെ ജനങ്ങൾ ഇളകിമറിഞ്ഞ് ഹുസൈൻ ഹൂത്തിയോടുള്ള സഹതാപതരംഗം മുന്നേറി. ഇപ്പോൾ 40% ആളുകൾ ഇറാനിൽ നിന്നുള്ള കിട്ടുന്ന കാശ് കൊണ്ട് അങ്ങനെ ഹൂത്തികളായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാലും നമുക്ക് സമാധാനമുണ്ട്. നബിതങ്ങളല്ലയോ പറഞ്ഞതല്ലേ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ. ആ വാക്കിന്റെ ഗുരുത്വവും പൊരുത്തവും ഉണ്ടായിട്ട് ഇപ്പോൾ 60% സുന്നികളായിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവരെ എങ്കിലും പിഴക്കാതെ നല്ല നിലയ്ക്ക് നിൽക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. പോയ ആളുകൾ തന്നെ ഇപ്പോൾ നടക്കുന്ന വിവിധ രാഷ്ട്രങ്ങളുടെ എതിർപ്പ് മൂലം തിരിച്ചു വന്ന് നേർവഴി കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. എന്നിരുന്നാലും ലോകത്തിനിന്ന് ഈ സബയ്യാക്കളുടെ ശല്യം അവസാനിക്കാൻ പോകുന്നില്ല. നമുക്കൊരു ചോദ്യം അവരോട് ചോദിക്കാനുള്ളത് എന്താണ്? സിഫീൻ യുദ്ധം നടന്നു എന്നുള്ളത് സത്യമാണല്ലോ, ആ യുദ്ധം അവസാനിച്ചു എന്നുള്ളതും സത്യമാണല്ലോ. അത് ആര് സമ്മതിക്കുകയും ചെയ്യല്ലോ? സബയ്യാക്കൾ സമ്മതിക്കുകയും ചെയ്യല്ലോ. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടി ഉയർത്തിക്കാട്ടിയ ഖുർആൻ ഏത് ഖുർആനായിരുന്നു? അതൊന്ന് പറയണം. മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ഖുർആൻ പൊക്കിക്കാട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ധാരയിൽ നിന്നുകൊണ്ട് സന്ധിയാകാമെന്ന് പറയുമ്പോൾ അത് ഫാത്തിമയുടെ ഖുർആനായിരുന്നോ? മുസഫ് ഫാത്തിമ എന്ന് പറയുന്ന അതായിരുന്നോ? അതല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതാ ഏകീകരിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് എന്നിവർ ഏകീകരിച്ചുള്ള ഖുർആനായിരുന്നു? യാതൊരു സംശയവുമില്ലല്ലോ. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമന്റെ മുസഫ് കിട്ടൂല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഏതൊരു മുസഫിനെ അംഗീകരിച്ചു എന്ന് ആ യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു തയ്യാറാക്കിയ മുസഫ് അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറാക്കിയ മുസഫ്, ആ ഒരു മുസഫിനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചുവെങ്കിൽ ഇതല്ലാത്ത മറ്റൊരു മുസഫ് എവിടെ ഉണ്ടാവാനാണ്? സത്യത്തിൽ യുദ്ധത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. തോറ്റുകൊണ്ടിരിക്കുകയാണ് മുആവിയ എന്നവർ. തോറ്റുകൊണ്ടിരിക്കുന്ന മുആവിയ എന്നവർ ഒരു ഖുർആൻ പൊക്കി കാണിക്കുമ്പോൾ സത്യത്തിൽ ഒരു മുസഫ് അനദർ മുസഫ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക? ഇത് കാണിക്കുമ്പോൾ ഇത് ബ്ലാക്ക് കോപ്പിയാണ് ഗോയവേ പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കുമായിരുന്നില്ലേ? ശരിയായ ഖുർആൻ എൻ്റെ പോക്കറ്റിലുണ്ട് എന്നല്ലേ വിജയിക്കുന്ന ആള് പറയുക. മഹാനവറുകൾ മുസഫിന്റെ കോപ്പി കണ്ടതോടുകൂടെ എല്ലാം അടിയറ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കലിമത്തിന് മുമ്പിൽ ഞാനിതാ രാജിയാകുന്നു എന്ന് പറഞ്ഞാണ് യുദ്ധം അവസാനിക്കുന്നത്. ഇത് നിഷേധിക്കാൻ ആർക്ക് കഴിയില്ല, ഒരൊറ്റ ഷിയാക്കൾക്കും സാധ്യമല്ല. അപ്പോൾ യഥാർത്ഥ ഖുർആൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ലോകം കൊണ്ടു നടക്കുന്ന ഖുർആനാണ്. വേറെ ഒന്ന് അണ്ടർഗ്രൗണ്ടിൽ ബാക്കിയില്ല. ഇനിയും ഒരു കാര്യം പറയാൻ ഞാൻ അവസാനിപ്പിക്കുന്ന സുഹൃത്തുക്കളെ, സമയം ഓവറായിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടി. എന്താണ്? ശൈഖൈനെ കുറ്റം പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കുറ്റം പറഞ്ഞില്ല എന്ന കാരണത്താലാണ് റാഫിളത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനിക്കാൻ തന്നെ കാരണം. മനസ്സിലാക്കുക. ഹുസൈൻ റളിയല്ലാഹു അറിയാമല്ലോ, നബി തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം മകൻ സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീൻ എന്നവരുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരു മകനാണ് സെയ്ദ്. ഈ സെയ്ദ് എന്ന് പറയുന്ന മഹാനർക്ക് കാര്യപ്പെട്ട വലിയ മഹാനവറുകൾക്ക് തൻ്റെ വല്ലിപ്പയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഗർബലയിൽ സംഭവിച്ചതിന് സമാനമായ ഒരു ദുരന്തം സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ സഹതാപതരംഗം നന്നായി ഉയർന്നിട്ടുണ്ട്, വേണ്ടാത്ത സഹതാപതരംഗം.
ആ വേണ്ടാത്ത സഹതാപ തരംഗം ഉയർത്തിയ കൂട്ടരുടെ പേരാണ് സെയ്ദിയ്യത്ത്. അവർ ഷിയാക്കൾ തന്നെ. എന്താ ഇപ്പം ചെയ്യുക? ഒരു ടെണ്ടുൽക്കർ എവിടെയെങ്കിലും ഒന്ന് ജയിക്കുമ്പോഴേക്ക് ഇവിടെ കുറേ കുട്ടികൾ മുടിയൊക്കെ വരണ്ടിയിട്ട് പാൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ് കണ്ടില്ലേ നിങ്ങൾ? ടെണ്ടുൽക്കർ ഇതിനെ പറ്റി വല്ലതും അറിയോ? ജർമ്മനിയിലോ അർജന്റീനയിലോ ഏതൊരു കളിക്കാരൻ അവൻ ജയിച്ച വകയിൽ ഇവിടുന്ന് കുറേ മക്കൾ മുടി അങ്ങോട്ട് ചെത്തി കുറേ ഇങ്ങോട്ട് ചെത്തിയിട്ട് ഹാഫ് ട്രൗസർ ഇട്ട് ഇങ്ങനെ നടക്കും. അയാൾ വല്ലതും അറിയോ? ഒരു പേര് പാൻ അസോസിയേഷൻ. അതുപോലെ സെയ്ദ് റളിയല്ലാഹുവിന്റെ പേരിൽ പേരുണ്ടാക്കിയ ഒരു പാൻ അസോസിയേഷനാണ് സെയ്ദിയ്യത്ത്. മഹാനായ അലി റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയ വേണ്ടാത്തൊരു പാൻ അസോസിയേഷനാണ് ഷിയത്ത്. ഷിയത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അഴ്വാനി എന്ന, സഹായികൾ, ഹെൽപ്പേഴ്സ്. അലിയാർക്കാരുടെ സഹായം ആവശ്യമുണ്ട്. ഒരാളെ സഹായം മഹാനവർക്ക് ആവശ്യമില്ല. പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ്. എന്നാൽ ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന കാര്യപ്പെട്ട മനുഷ്യൻ, ആ കാര്യപ്പെട്ട മനുഷ്യനോട് അദ്ദേഹത്തിന് വേണ്ടി ജീവിതകാലത്ത് തന്നെ കുറേ ആളുകൾ പാൻ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ 2 കലിമത്ത് പറയണം. അങ്ങനെയുണ്ടല്ലോ നിർബന്ധിക്കൽ. എന്താ മൈക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് എന്താ? ഒന്നുമില്ല, ആ സുദ്ദീഖ് എന്നവരെയും അബൂബക്കറിനെയും ഉമറിനെയും 2 തെറി വിളിക്കണം. അതങ്ങോട്ട് കേട്ടതോടുകൂടി സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വികാര വിജൃംഭിതനായി. അദ്ദേഹം ഗെറ്റ് ഔട്ട് പറഞ്ഞു അവരോട്. ആ ഗെറ്റ് ഔട്ട് പറഞ്ഞ സന്ദർഭത്തിൽ അവർ ഇറങ്ങിപ്പോവുകയുണ്ടായി. ആ ഇറങ്ങിയ അവസരത്തിൽ സെയ്ദ് എന്നവർ ഉപയോഗിച്ച വാചകമാണ് റഫലൂന. ഞാൻ അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ എന്നവരെയും തെറി പറയാത്ത കാരണത്താൽ അവരെന്നെ വലിച്ചെറിഞ്ഞു. റഫലൂന. ആ മഹാനായ സെയ്ദ് എന്നവരുടെ നാവിൽ നിന്ന് വിഷമത്തോടുകൂടെ പുറത്തു ചാടിയ പദമാണ് റാഫിലത്ത്. ഇന്നിപ്പോൾ ഇസ്നാ അശരിയ ആയിരുന്നാലും, അല്ല, ഇസ്നാ അശരിയക്ക് ബദലായിട്ട് വേറൊരു വിഭാഗം ഉണ്ട് കേട്ടോ, ഇസ്മായിലിയ എന്നല്ല ശരിക്കും പറയേണ്ടത്. നമ്മുടെ ഈ വടക്കേ ബോംബെയിലൊക്കെ ഉള്ളത് ഇസ്മായിലിയാണ്. ശരിക്കും ഉപയോഗിക്കേണ്ട പേര് ഇസ്മായിലിയ എന്നല്ല, മറിച്ച് സബിഴിയ എന്നാണ്. ഇസ്നാ അശരിയയുടെ ഓപ്പോസിറ്റാണ് സബിഴിയ. എന്ന് വെച്ചാൽ പാതാളത്തിലേക്ക് പോയ ഡയറക്റ്റ് ലാസ്റ്റ് ഇമാം 12 വരെ പോകുന്നുണ്ട് എന്ന് ആര് പറയും? ഇസ്നാ അശരിയ എന്നോ ഇമാമിയ എന്ന് വിളിക്കുന്നവർ പറയും. ഈ സബിഴിയ എന്ന് പറയുന്ന ഇസ്മായിലികൾ എന്താ പറയാന്നറിയോ? ഇല്ല, അങ്ങനെ 12 വരെ പോയിട്ടില്ല, കേവലം 7 വരെ പോയിട്ടേ ഉള്ളൂ. ആ 7ാമത്തെ ആൾ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഇസ്മായിലിങ്ങൾ വെച്ചിട്ട് ഇമാമുമാരെ സ്റ്റോപ്പ് ചെയ്യുന്ന കക്ഷിയുടെ പേരാണ് ഇസ്മായിലിയ, സബിഴിയ. ഇവരൊക്കെയും തന്നെ ഒരു കാര്യത്തിൽ ഐക്യപ്പെടുന്നുണ്ട്. എന്ത്? സിദ്ദീഖ് എന്നവരെ കുറ്റം പറയണമെന്ന്. ഇവിടെ നമുക്ക് ഉയർത്തി ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണ്? എല്ലാ ഷിയാക്കളും അംഗീകരിക്കുന്നൊരു വിഷയമുണ്ട്. എന്ത്? അള്ളാഹുവിൻ്റെ റസൂലിന് അവസാന 7 ദിവസം സൂക്കേടുണ്ടായിരുന്നു. അതൊരു അവിതർക്കിതമായ വിഷയമാണ്. 7 ദിവസം സൂക്കേടായിരുന്നു. 7 ദിവസം സൂക്കേട് വന്ന സന്ദർഭത്തിൽ ഫസ്റ്റ് ദിവസത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ആരോടാണ് പറഞ്ഞത് എന്ന് നമ്മൾ ആരോട് ചോദിക്കണം? സബയ്യാക്കളോട് ചോദിക്കണം, ഷിയാക്കളോട് ചോദിക്കണം. അവർ പറയും എന്ത്? പിൽക്കാലത്ത് ഞങ്ങളുടെ ഇമാമിങ്ങളൊന്നും ഒച്ച വെക്കാതിരുന്നത് പേടിച്ചിട്ടാണ്. ഇവിടെ പേടിക്കാനില്ലല്ലോ. തങ്ങൾക്ക് ആരെ പേടിക്കാനാണ്? തങ്ങൾക്ക് ധൈര്യത്തിൽ പറയാമല്ലോ, തൻ്റെ വസയ്യ അലി റളിയല്ലാഹു അൻഹു ആണെങ്കിൽ അലി ഇമാമത്ത് നിൽക്കൂ. എന്താ തങ്ങൾ പറഞ്ഞത്? അബൂബക്കർ മുറൂ അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ്. ആയിഷ ബീവി ഉടക്കി വെച്ച് നോക്കി ഭർത്താവിനോട്, എൻ്റെ ഉപ്പ ആരാണ്? സിമ്പിളാണ് ആള്. ആ വ്യക്തിത്വത്തിന് ഇമാമത്ത് നിൽക്കുന്ന അവസ്ഥയിൽ കരച്ചിൽ വരും. ആയതുകൊണ്ട് ഉപ്പാനോട് പറയല്ലേ 3 പ്രാവശ്യം പറഞ്ഞു നോക്കി. ഹഫ്സ ബീവിയെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി. തങ്ങൾ പറഞ്ഞത് എന്താ? അന്തുന്ന സവാഹിബ് യൂസുഫ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്നവരെ കൊണ്ട് നിശ്ചരിപ്പിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പം ഒരു ആശ്വാസം വന്ന സന്ദർഭത്തിൽ വേച്ചു പള്ളിയിലെത്തി. ആ അവസരത്തിൽ സിദ്ദീഖ് എന്നവർ മുന്നിൽ നിൽക്കുന്ന അവസരത്തിൽ നബി തങ്ങൾ അവിടെ തന്നെ അൻ മക്കാനക്ക എന്നാണ് പറഞ്ഞത്. ഇമാമാവാൻ യോഗ്യതയില്ലാത്ത ഒരാളോട് പറയുമോ? പറയില്ല. അവിടെ തന്നെ നിൽക്കൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞല്ലോ എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ആ ഹർഷപുളകിതരായി അൽഹംദുലില്ലാ പറഞ്ഞു എന്നൊക്കെ നമുക്കറിയാം. അതും നിൽക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും പിന്നെയും ഒരു 3-4 ദിവസം കഴിഞ്ഞു. ലാസ്റ്റ് ദിവസം നബി തങ്ങൾ കർട്ടൻ ഉയർത്തി വീട്ടിൽ നിന്ന് എന്നിട്ട് അങ്ങോട്ട് നോക്കുന്ന സന്ദർഭത്തിൽ കണ്ട കാഴ്ച എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ നിർത്തിയ ഇമാമിൻ്റെ കീഴിൽ ജനങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം 14-ാം രാവ് മുഖം പോലെയല്ല, സൂര്യൻ ഉദിച്ച മുഖം പോലെയുമല്ല, അതിനേക്കാൾ തിളക്കമുള്ള മുഖമായിരുന്നു എന്ന് സഹാബിമാർ പറയുമ്പോൾ
നബി തങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എന്ത്, ഞാനങ്ങ് മരിച്ചു പിരിഞ്ഞാൽ ഈ ഉമ്മത്തിനെ കൊണ്ടു നടത്താൻ സിദ്ദീഖിന് ശരിക്കും കഴിയും, അത് തെളിയിച്ചു എന്ന സംതൃപ്തിയാണ് ഈ മുഖത്തെ വെട്ടം. മാന്യ സുഹൃത്തുക്കളെ, ഇത് നിഷേധിക്കാൻ ഷിയാക്കൾക്ക് സാധിക്കില്ല. എന്തുകൊണ്ട് 7 ദിവസം സൂക്കടായി നിന്നിട്ട് ഒരൊറ്റ വക്കത്തിനും നിങ്ങളുടെ ഈ വസീനെ ഇമാമത്ത് നിർത്തിയില്ല? ചോദിക്കാൻ പറ്റുന്നില്ലേ? പേടിച്ച് ആരെ പേടിക്കാനാണ്? ഒരു കുട്ടിയെ നിങ്ങൾ കേൾക്കണമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ ബൈഅത്ത് ചെയ്ത് അധികാരത്തിലേറ്റിയ സന്ദർഭത്തിൽ ആദ്യം അതിന് ഉടക്കിട്ട വർത്തമാനം പറഞ്ഞാൽ സ്വന്തം വാപ്പയാ. യാ സുബ്ഹാൻ, അങ്ങനെയോ? സ്വന്തം വാപ്പയാ ഉടക്കിട്ട വർത്താനം പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് എന്നവരെ ഖലീഫയായി ബനൂ സായിദിന്റെ ആ പന്തലിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്നുള്ള വാർത്ത വയസ്സങ്ങേറ്റിയ വാപ്പാക്ക് വിവരം കിട്ടി, മോൻ ഖലീഫായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാന്നറിയോ? എന്താ? അബൂ ഖുഹാഫിന്റെ മകനെ സഹിക്കാൻ ബനൂ ഹാഷിം തയ്യാറായോ? അതിന്റെ അർത്ഥം എന്താ? മൂപ്പർക്കറിയാം. അദ്ദേഹം ഫാമിലി പരമായിട്ട് ബനൂ ഹാഷിമിന് മുമ്പിൽ നത്തിങ്, ഒന്നുമല്ല. അബൂബക്കർ സിദ്ദീഖിന് യാതൊരു പിൻബലവും ഇല്ല. വർഗപരമായി ഗുണപരമായി എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ബനൂ ഹാഷിം അവിടെ ആരുണ്ട്? അലിയാറുണ്ട്, മാത്രമല്ല അബ്ബാസ് എന്നവരുണ്ട്. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ബനൂ ഖഹാഫിന്റെ മകൻ അവർ പിടിച്ചാക്കിയോ? സന്തോഷം കൊണ്ടാണ്, ഉടക്കിന്റെ വർത്താനമല്ല, സന്തോഷം കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആ അബൂബക്കർ സിദ്ദീഖിനെ പേടിച്ചിട്ട് എന്തിനെ നബി തങ്ങൾ അലിയോട് പറയാതിരിക്കണം? തങ്ങൾക്ക് പറയാം. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ആരല്ല അർഹൻ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ്, അലി എന്നവരെല്ലാം. ഇത് കിതാബ് കൊണ്ട് തെളിയിക്കേണ്ട ഒരു കാര്യമല്ല, ഹിസ്റ്ററി കൊണ്ട് തെളിയിക്കേണ്ട, അവർ തന്നെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഈ 7 ദിവസം ആരിമാമത്തുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാം കൊണ്ടും തീരുമാനിച്ചു വെച്ചിരുന്നു, ഇതിൻ്റെ ആള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അതിനും മാത്രമായില്ല, ഈ പറയുന്ന 7 ദിവസങ്ങളിൽ നമുക്കുള്ള അടുത്ത ചോദ്യം, അള്ളാഹുവിൻ്റെ ആ നിൽക്കുള്ള ഏൽപ്പനയും നബിതങ്ങളുടെ ഏൽപ്പനയും ഇമാമ് എന്ന റോളിൽ അലിയാർക്കുണ്ട് എങ്കിൽ അദ്ദേഹം അഫ്ളലല്ലേ? അഫ്ളല് ഉണ്ടായിരിക്കെ ഫാദിൽ ഇമാം നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അലിയാരുടെ തുടർച്ചയെ പറ്റി ഷിയാക്കൾക്ക് എന്ത് പറയാനുണ്ട്? ഒരു ചോദ്യം. 7 ദിവസം അദ്ദേഹം തുടർന്നല്ലോ, നബിതങ്ങളില്ലാത്ത 7 ദിവസവും തുടർന്നല്ലോ. ഈ തുടർച്ചയിൽ അലിയാരുടെ ജമാഅത്ത് ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടില്ലേ? പിന്നെ അതിന് ശേഷം 25 കൊല്ലം വേറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെയും ഉമർ എന്നവരുടെയൊക്കെ ബേക്കിൽ തുടർന്നുകൂടി ജീവിസ്കരിച്ചത്, അതും അവർ അംഗീകരിക്കുന്നു. അപ്പോൾ അലിയാർ അംഗീകരിച്ചൊരു വിഷയം എന്താ? ഞാൻ എപ്പോഴും ഫാദിലല്ല, മഫ്ളൂലാണ് അവരുടെ മുമ്പിൽ. പിന്നെ ഒരു ചോദ്യം ഉണ്ടാവും, എന്താണ്? അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹ എന്ന് പറഞ്ഞു പോരെ? മൻ കുന്തു മൗലാഹു ഫഅലിയു മൗലാഹു. അർത്ഥം കേൾക്കുക, അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹ എന്നുള്ളത് തന്നെ മതി. ഷിയാക്കൾക്ക് അലിയാരുടെ കഴിവ് ഇത്രയേ ഉള്ളൂ നമുക്ക് ബോധ്യപ്പെടുത്തി. മഹാനവരുടെ കൊച്ചാക്കല്ലേ കേട്ടോ, അവർ ഉലുവ് കാണിക്കുമ്പോൾ ഉലുവിനെ ചെത്താൻ വേണ്ടി പറയുക. അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹ എന്ന് പറയുമ്പോൾ ഞാൻ ഇൽമിൻ്റെ നഗരമാണ്, അലി അതിൻ്റെ ഗേറ്റാണ്, പോരെ? സിദ്ദീഖ് എന്നവർ ബേക്കോട്ട് പോയില്ലേ? ഞാൻ പറയുന്നു ആ വാക്ക് തന്നെ മതി, അലിയാർ സിദ്ദീഖിൻ്റെ ബേക്കിലാണെന്ന് പറയാൻ കാരണം. എന്താ കാരണം? ഇവിടെ വലിയൊരു മാറൽ സംഘടിപ്പിക്കുകയാണെന്ന് വെക്കുക, ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. എക്സിബിഷന് കാര്യമായൊരു ഗേറ്റും ഉണ്ടാവും. അപ്പോൾ ആ എക്സിബിഷൻ്റെ ഉള്ളിലുള്ള സംഗതികൾ ശരിക്കും ഉൾക്കൊള്ളുക ഗേറ്റാണോ അല്ല എക്സിബിഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണോ? അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹ, ഞാൻ ഒരു എക്സിബിഷൻ ഹാളാണ്, അതിലേക്ക് വരുന്ന ഒരു ഗേറ്റാണ് അലി. അപ്പോൾ രാവും പകലും ആ എക്സിബിഷന് 15 ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും എക്സിബിഷൻ ഹാളിൽ വന്നും പോയും ശരിക്കത് യൂസ് ചെയ്ത ആൾക്ക് 15ാമത്തെ ദിവസമാകുമ്പോഴേക്ക് എമ്പാടും നിറകുടമായിട്ടുണ്ടാവുകയാണ്. പുസ്തകത്തിൻ്റെ ഒക്കെ എക്സിബിഷനാണെന്നുണ്ടെങ്കിൽ നിറകുടമായിട്ടുണ്ടാവും. ഗേറ്റിന് എന്ത് കഴിയും? ഗേറ്റിന് വന്നും പോയ ആളുകളെ കൃത്യമായ ലിസ്റ്റ് കിട്ടും. ഇവന് ഇത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഇത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, ഇതെല്ലാം സെക്യൂരിറ്റിക്ക് പറയാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ള ഒരാൾ അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ്. അലിയാരാണെങ്കിലോ മൂപ്പര് ഗേറ്റാണ്, ഗേറ്റിനുള്ളിടത്തോളം മൂപ്പർക്കും കിട്ടിയിട്ടുണ്ട്, പോരെ? അപ്പോൾ തന്നെ അബൂബക്കർ സിദ്ദീഖ് മുന്നിൽ നിൽക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്, വൽ യൗമക്കും അഖ്റഉക്കും ലികിതാബില്ലാഹ്. ആരാ പറയുന്നത്? നിങ്ങൾക്ക് ഇമാമായി നിൽക്കട്ടെ ഏറ്റവും കൂടുതൽ വിവരസ്ഥൻ. ഇത് പ്രഖ്യാപിച്ച തങ്ങളാണ് 7 ദിവസം തൻ്റെ സ്ഥാനത്ത് അബൂബക്കർ സിദ്ദീഖ് നിൽക്കുന്നത്. അപ്പോൾ വാക്കും പ്രവൃത്തി എതിരാൻ പാടില്ലല്ലോ. അപ്പോൾ അഖ്റ ആവാൻ കഴിഞ്ഞത് ആർക്കാണ്?
ഈ എക്സിബിഷൻ ഹാളിൽ ശരിക്ക് കയറി ഇറങ്ങാൻ കഴിഞ്ഞുള്ള ആളാണ്. അലി റളിയല്ലാഹുവിന് അത്ര തന്നെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ സിദ്ദീഖ് എന്നവരുടെ കാലം കഴിഞ്ഞ് ഉമർ എന്നവരുടെ സമയം കഴിഞ്ഞപ്പോഴും അലിയാർക്ക് തിരിഞ്ഞൊരു വസ്തുതയുണ്ട്. എന്താ? ഞാൻ ഗേറ്റ് തന്നെയാണ്, ഞാനിപ്പോഴും ഗേറ്റ് തന്നെയാണ്, എന്നേക്കാളും യൂസ് ചെയ്ത ആൾ ഉമറാ, മൂപ്പര് നിൽക്കട്ടെ. മൂപ്പര് അവിടെ പതുങ്ങി നിന്നു. ഉസ്മാൻ എന്നവരുടെ കാലം വന്നു. അപ്പോഴും മൂപ്പരിങ്ങനെ വിലയിരുത്തി, സ്വന്തം അപ്പനാ വിലയിരുത്തൽ. ഹായ് എങ്ങനെയുണ്ട് ഞാൻ ഇങ്ങനെയുണ്ട്, അപ്പോൾ ഞാനിപ്പോഴും ഗേറ്റ് തന്നെയാണ്, എന്നേക്കാളും യൂസ് ചെയ്ത് പോകുവാൻ അവിടെ സമ്മതിച്ചു കൊടുത്തു. പിന്നെയാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെയും അലി റളിയല്ലാഹുവിൻ്റെയും സമയം വന്നത്. ആ സന്ദർഭത്തിൽ മൂപ്പർക്ക് ശരിക്കും തൂക്കി നോക്കി. മുആവിയ റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസ് ചെയ്തതും ഞാൻ യൂസ് ചെയ്തതും ഞങ്ങൾ രണ്ടിടേതും കൂടെ ആയിട്ട് അപ്പോൾ ഞാൻ ഗേറ്റാണെങ്കിലും ഈ ഗേറ്റിന് കിട്ടിയ അത്ര മറ്റാ കിട്ടിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ നോക്കുന്ന അവസരത്തിൽ ശരിക്കും അലി റളിയല്ലാഹു അവിടെ നിന്നുകൊണ്ട് ഖലീഫയായി വാഴുകയും ചെയ്തു. അപ്പോൾ തർത്തീബിന് വിപരീതമായി അസുഖകരമായി ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അബൂബക്കർ സിദ്ദീഖും ഉമർ എന്നവരും അലി റളിയല്ലാഹുവിനാൽ അംഗീകരിക്കപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. ഇനിയും ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ. ഖുർആനിൻ്റെ കാര്യത്തിൽ തറാവീഹിനെ ഒരൊറ്റ ഇമാമിൻ്റെ കീഴിലായി രണ്ടാമത് പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നതിന് തറാവീഹ് എന്ന് പറയുന്ന നിസ്കാരത്തിൻ്റെ മാത്രം ഒരു വിഷയത്തിൽ നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മളവിടെ 3 ഖലീഫമാർ ഖുർആനെ സേവനം ചെയ്തതായി കാണണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമ്മുൽ മുസ്ഹഫ് എന്ന് പറയുന്ന ഒരു ഖിദ്മത്താൽ ചെയ്തത് വിശദീകരിക്കാൻ സമയമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊളോക്കിയൽ എല്ലാ കൊളോക്കിയലും അവസാനിപ്പിച്ച ഒരൊറ്റ ലഹജയിൽ ഖുറൈശി ലഹജയിലേക്ക് ജമ്മു ചെയ്തു എന്ന് പറയുന്നതാണ് മഹാനവരുടെ സേവനം. ഇത് രണ്ടിനും ഇടയിലൊരു സേവനമുണ്ട്, അത് ഉമർ റളിയല്ലാഹുവിൻ്റെ സേവനമാണ്. എന്താണെന്നറിയാമോ? ഒരൊറ്റ കാരിൻ്റെ കീഴിൽ ഒരു മാസം പൂർത്തിയാകുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും സംഈയായ രൂപത്തിൽ ജമ്മു ചെയ്യുക എന്ന മഹത്തായ ഒരു ഖിദ്മത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തമായ സ്ഥലത്തിൽ നിന്നുള്ള വരുന്ന മുഴുവൻ ആളുകളും ഈ 30 ദിവസവും ഈ മനുഷ്യന്റെ മുമ്പിൽ അഥവാ 2 ഇമാമികളുടെ പിറകിൽ 10 റക്അത്ത് നിസ്കരിച്ച് തീരുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പോലും ജനങ്ങൾക്ക് കിട്ടാതെയാകുന്നില്ല. അലി എവിടെ നിന്നു എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഏതലി? അവരോടാ ചോദിക്കുന്നത്. ഫാത്തിമ മുസ്തഫായിട്ട് നടക്കുന്ന അലി ഉണ്ടല്ലോ, ഫാത്തിമ മുസ്തഫായിട്ട് നടക്കുന്ന അലിയില്ലേ, ഒരു ദിവസമെങ്കിലും വെച്ച് നീട്ടണ്ട ഇന്ന് തോന്നിക്കോ എന്ന് പറഞ്ഞിട്ട്. ആൺകുട്ടിയാണെങ്കിൽ അതുണ്ടായില്ല. എന്തുകൊണ്ട്? മൂപ്പര് പെൺകുട്ടിയായത് കൊണ്ടല്ല, മുസ്തഫില്ലാത്തത് കൊണ്ടാണ്. അലിയാർ പെൺകുട്ടിയായത് കൊണ്ടല്ല. എത്ര പേര് ചോദിച്ചു, ബുഖാരിയിൽ കാണാൻ കഴിയുന്നല്ലോ. ഒരു സഹാബി ചോദിക്കുക ചെയ്തു മഹാനായ അലി റളിയല്ലാഹു അല്ല ഹൽ ഇന്ദക്കും കിതാബുൻ, നിങ്ങളിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ മറ്റേ നമ്മളുടെ ആ കരയിൽ പ്രസ്ഥാനക്കാർ സബയ്യാക്കൾ പറയുന്നുണ്ട്, എപ്പോഴും പറഞ്ഞെടുക്കുകയാണ്. മൂപ്പരെ നിങ്ങളെ കൂടെ വല്ലതും ഉണ്ടോ? അവനാണ് ഒന്നുമില്ല. ഒരു മനുഷ്യന് നൽകപ്പെട്ട ഫഹ്മ് എന്നതല്ലാതെ ഒന്നുമില്ല. അത് നമുക്കൊക്കെ ഉള്ളത് തന്നെയല്ലേ. എല്ലാ ആളുകൾക്കും കിട്ടപ്പെടുന്ന ഒരു ഫഹ്മുണ്ട്, ബുദ്ധിശക്തി. അതല്ലാത്ത വേറൊന്നുമില്ല. ദിയത്തിൻ്റെ ഏതാനും മസലകളുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഏതാനും ഒട്ടക്കത്തന്നെ കണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് ആര് പറയുക? അലി റളിയല്ലാഹു പറയുക. ഇവരിപ്പുറത്തുനിന്ന് പറയുക നിങ്ങളങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളുടെ കയ്യിൽ 17,000 ആയത്തുള്ള ഖുർആനുണ്ട്. ഖുർആൻ എന്ത് ചെയ്യും? രണ്ടുൽക്കർ ആകുന്നത്ര പറഞ്ഞു, നിങ്ങൾക്ക് മുടി വരണ്ടല്ലേ ഇങ്ങനെ വരെ, ഞാൻ മുടി നീട്ടുന്നയാളാണ്. പക്ഷേ കുട്ടികൾ ഇവിടുന്ന് വരണ്ടേ. ഇതാണ് സബയ്യ പ്രസ്ഥാനം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. സെന്റ് പോൾ എന്തായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമിനോട് കാണിച്ചത്? തത്തുല്യമായ പണി. അബ്ദുല്ലാഹിബ്നു സബ രണ്ടുപേരും ജൂതന്മാരാണ്. ഇന്നും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഓരോ ലാൻസ് ക്ലബും റോട്ടറി ക്ലബും അതിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടോളൂ, ആശങ്കയോടെ കണ്ടോളൂ. അയാൾ എത്ര തന്നെ സാമൂഹ്യ സേവന മനസ്സുള്ളവനാണെങ്കിലും സാക്ഷാൽ സിയോണിസ്റ്റുകൾ പറഞ്ഞയക്കുന്ന ഏജന്റാണ്. അബ്ദുല്ലാഹിബ്നു സബയിൻ്റെ പുതിയ മോഡലാണ് റോട്ടറി ക്ലബിൻ്റെ ചെയർമാൻമാർ, ലാൻസ് ക്ലബിൻ്റെ ചെയർമാൻമാർ. അപ്പോൾ യഹൂദികൾ അത് അവസാനിപ്പിച്ചിട്ടില്ല, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. യമനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ തരംഗങ്ങളും അള്ളാഹു തആല യമനെയും നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.